പെരിന്തൽമണ്ണയിലെ ബാങ്കിൽ ബാങ്ക് ഓഫീസറായ യുവതിയെ മാനേജർ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി പരാതി. തടയാൻ ശ്രമിച്ച യുവതിയെ ബാങ്ക് മാനേജർ മർദ്ദിച്ചു. പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസിൽ പരാതി നൽകി. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിലെ AU സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ മാനേജർ ഈ സ്ഥാപനത്തിലെ തന്നെ വനിതാ ബാങ്ക് ഓഫീസറായ യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. തടയാൻ ശ്രമിച്ചപ്പോൾ മർദ്ദിച്ചതായി യുവതി പറഞ്ഞു. കോഴിക്കോട് സ്വദേശിയായ യുവതി മൗലാന ആശുപത്രിയിൽ ചികിത്സ തേടി. മൂക്കിൽ നിന്നും രക്തം വാർന്ന നിലയിലാണ് യുവതി ആശുപത്രിയിൽ എത്തിച്ചത്. ബ്രാഞ്ചിൽ നിന്ന് എനിക്കിന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. ബ്രാഞ്ചിൽ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ ആള് ഇതിനെ പറ്റിയിട്ട് സംസാരം ഉണ്ടായ സമയത്ത് ആള് എന്താ പറയാ, പെട്ടെന്ന് തന്നെ കയറി അടിക്കുകയായിരുന്നു. 2 കവിളിനും അടിച്ച് മൂക്കിനും കുത്തിയിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വന്നിട്ട് ആകെ ഞാൻ എന്നിട്ട് വേദനിച്ചിട്ട് ഞാൻ ആളടുത്ത് പറഞ്ഞു, ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും, എന്നെങ്ങനെ അടിച്ചത് കംപ്ലൈൻറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ ആളടുത്ത് പറഞ്ഞു. ആളെന്നിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ അവിടുന്ന് ബ്രാഞ്ചിൻ്റെ അവിടുന്ന് ഞാൻ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു 2 സ്റ്റെപ്പ് ഞാൻ വണ്ടി എടുത്ത് വന്നു. അപ്പോൾ തന്നെ എനിക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന സമയത്ത് ഞാൻ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഉണ്ടായിരുന്നത്. മാനേജറിൽ നിന്നും മുൻപും യുവതിക്ക് മോശം അനുഭവം ഉണ്ടായതായി പറയുന്നു. അന്ന് ലൈംഗികാതിക്രമ നിയമപ്രകാരം യുവതി പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായില്ല. ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. മുൻപ് പരാതി നൽകിയതിലുള്ള വിരോധത്തിൽ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഉപദ്രവിക്കുമെന്ന് മാനേജർ യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിപ്പ് എന്ന പേരിൽ നിർബന്ധിത ടാർഗറ്റ് നൽകും. ഇതിന്റെ പേരിൽ മാനസികമായ പീഡനമാണ് ഏറ്റുവാങ്ങുന്നത്. പിപ്പ് പൂർത്തീകരിക്കുന്നത് പരാജയപ്പെട്ടാൽ ബാങ്കിൽ നിന്നും പോകേണ്ടി വരും. ഇത് ജോലി നഷ്ടമാകുന്നതിന് കാരണമാകും. ഇന്ന് ഈവനിങ് ബ്രാഞ്ച് ക്ലോസ് ചെയ്തതിനു ശേഷം അവിടുത്തെ AU സ്മോൾ ഫിനാൻസ് പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെ മാനേജർ എന്നെ തല്ലി. അത് ഞാൻ ഓൾറെഡി ആളെൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ട് ഞാൻ പോഷ് ആക്ട് പ്രകാരം ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ 3 months ഇൻവെസ്റ്റിഗേഷനാണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് ഇട്ട് ലാഗ് അടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 3 months കഴിയുന്ന അന്നും ഒരു ഇതും ഉണ്ടാവാഞ്ഞപ്പോൾ ഞാൻ മെയിൽ അയച്ചു. MDക്കും ഒക്കെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവരുന്ന് ഒരു ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തതിൽ എനിക്ക് ഒരു നീതിയും കിട്ടാഞ്ഞപ്പോൾ ഞാൻ ലേബർ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ലേബർ ഓഫീസിൽ പോയപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞത് ഷെഡ്യൂൾഡ് ബാങ്ക് ആയതുകൊണ്ട് അവരുടെ അണ്ടറിൽ വരുന്നതല്ല, ഡയറക്റ്റ് കളക്ടറേറ്റിൽ പോകണമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്ക് ആൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എനിക്ക് പിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചു, പെർഫോമൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പെർഫോമൻസ് ഇല്ലാതിരിക്കാൻ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു വ്യക്തിൻ്റെ കൂടെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. 1 മാസം നമുക്കൊരു ടാർഗറ്റ് തന്നിട്ട് നമ്മളെ പുറത്താക്കുക എന്നുള്ളൊരിതിലാണ്. അപ്പം ഞാൻ അവിടുന്ന് പേപ്പർ ഇട്ടു, റിസൈൻ ഇട്ടു. ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ആളെപ്പോഴും പറയും, എനിക്ക് വേണ്ടിയിട്ട് വിറ്റ്നസ് പറഞ്ഞിട്ടുള്ള 3 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ജോലി ആദ്യമേ ഇതേപോലെ പിപ്പിട്ടിട്ട് ആളെ കൊണ്ട് റിസൈൻ ഇടിപ്പിച്ചു. യുവതിയെ മർദ്ദിച്ച ബാങ്ക് മാനേജർ ശ്രീരാഗിനെതിരെ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.